ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ശനിയാഴ്ചയുടെ ഈ ശുഭദിനത്തിൽ ഗ്രഹങ്ങളുടെ ചലനം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്ന് അറിയാൻ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ അതിനു മുമ്പ് ഇന്നത്തെ പഞ്ചാംഗം നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ന് 2026 ജൂൺ 20 ശനിയാഴ്ച, ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഷഷ്ഠി തിഥിയാണ് ഇന്ന്. മകം നക്ഷത്രമാണ് ഇന്നത്തെ പ്രത്യേകത. സൂര്യോദയം രാവിലെ 5:41 സൂര്യാസ്തമയം വൈകുന്നേരം 7:16 ശുഭകാര്യങ്ങൾക്കായി രാവിലെ 12:02 മുതൽ 12:56 വരെയുള്ള അഭിജിത്ത് മുഹൂർത്തം ഉപയോഗപ്പെടുത്താം. എന്നാൽ രാവിലെ 9:05 മുതൽ 10:47 വരെയുള്ള രാഹുകാല സമയത്ത് പുതിയ സംരംഭങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉചിതം. നമുക്ക് ഇന്നത്തെ രാശിഫലങ്ങളിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട മേടം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ ചിങ്ങം രാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ നിങ്ങളുടെ വീട്ടിൽ ഐക്യവും സമാധാനവും നിറഞ്ഞു നിൽക്കും. ഇത് നിങ്ങളുടെ കുടുംബത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. പരസ്പരം സമയം ചെലവഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ സാധിക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇത്തരം ശാന്തമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് മാനസികമായ പിന്തുണ നൽകും. പ്രിയ മേടം രാശിക്കാരെ, കാലക്രമേണ നിങ്ങളുടെ ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുകയും ബന്ധങ്ങൾ ആരോഗ്യകരമാക്കാൻ വ്യക്തവും തുറന്നതുമായ സംഭാഷണങ്ങൾ നടത്തുകയും ചെയ്യുക. ഓർക്കുക, സുതാര്യമായ ആശയവിനിമയം നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. ഈ വർഷം ശനിഗ്രഹത്തിൻ്റെ സ്വാധീനം ശക്തമായിരിക്കും. അതിനാൽ ചില പ്രത്യേക വസ്തുക്കളോ പരിഹാരങ്ങളോ കൂടെ കരുതുന്നത് പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും. പരിഹാരം: ഇന്ന് കുറച്ചു സമയം പ്രകൃതിയുമായി ഇണങ്ങി ചെലവഴിക്കുക. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, ഇന്ന് തൊഴിൽപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രവചിക്കുന്നത് അനുസരിച്ച് ചിങ്ങം രാശിയിലെ ചന്ദ്രൻ്റെ സാന്നിധ്യം ത്തിൻ്റെ ഒരു പ്രത്യേക നിമിഷം സമ്മാനിക്കും. മേലധികാരികളിൽ നിന്നുള്ള പ്രശംസയോ സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പുരസ്കാരമോ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. നിങ്ങൾ ആരാണോ അതിന് ആളുകൾ നിങ്ങളെ വിലമതിക്കുന്നു. അതിനായി നിങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഈ നേട്ടങ്ങളെ വിനയത്തോടെ സ്വീകരിക്കുക. അത് നിങ്ങളുടെ മുന്നോട്ടുള്ള പാതയിൽ ഒരു വഴികാട്ടിയാകട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ആഘോഷിക്കൂ. ഇന്ന് പിങ്ക് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. രാവിലെ 10:05 മുതൽ 11:15 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഈ വർഷം രാഹുവിൻ്റെ സ്വാധീനം കൂടുതലായതിനാൽ ഒരു വിശുദ്ധ വസ്തു കൈവശം വയ്ക്കുന്നത് നിങ്ങൾക്ക് മാനസികമായ വ്യക്തതയും സമാധാനവും നൽകും. പരിഹാരം: ഇന്ന് അല്പനേരം വിശ്രമിക്കുക. പ്രിയ മിഥുനം രാശിക്കാരെ, ചിങ്ങം രാശിയിലെ ചന്ദ്രൻ്റെ സാന്നിധ്യം ഇന്ന് നിങ്ങളെ കൂടുതൽ വികാരഭരിതനും പ്രകടനപരനുമാക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അഭിനന്ദിക്കാൻ നിങ്ങൾ ഒട്ടും മടിക്കില്ല. അത് കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ ആകട്ടെ, അവർ കൈവരിച്ച നേട്ടങ്ങളിൽ നിങ്ങൾക്ക് വലിയ അഭിമാനം തോന്നുന്നു. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രവചിക്കുന്നത് അനുസരിച്ച് അവരുടെ വിജയം ആഘോഷിക്കാൻ നിങ്ങൾ അവരെ പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അവരുടെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കുകയും അവർക്ക് പിന്തുണ നൽകുകയും ചെയ്യുക. ഇന്ന് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഇന്ന് വൈകുന്നേരം 7:15 മുതൽ രാത്രി 8:20 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ശുഭകരമാണ്. ഈ വർഷം വ്യാഴം ഗ്രഹം പുരോഗതി നൽകുന്നതിനാൽ ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ ഒരു മഞ്ഞ നിറത്തിലുള്ള വസ്തുവോ രത്നമോ കൈവശം വയ്ക്കുക. പരിഹാരം: മാനസിക വ്യക്തതയ്ക്കായി ധ്യാനിക്കുക. പ്രിയപ്പെട്ട കർക്കടകം രാശിക്കാരെ, ചന്ദ്രൻ ഇപ്പോഴും ചിങ്ങം രാശിയിൽ തുടരുന്നതിനാൽ ഇന്ന് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നു.
ഇന്ന് ജോലിസ്ഥലത്തോ വീട്ടിലോ ഉള്ള ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. നിങ്ങളുടെ കാഴ്ചപ്പാട് അവരെ പൂർണ്ണമായി ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. സ്വയം തളരരുത്. കാര്യങ്ങൾ ഉള്ളതുപോലെ വിട്ടേക്കുന്നതാണ് ഇന്നത്തെ ദിവസത്തിന് നല്ലത്. ഈ സമയം കടന്നുപോകുമെന്നും നാളെ ഒരു പുതിയ ദിവസമായിരിക്കുമെന്നും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും ഭാവിയിലേക്ക് ആസൂത്രണം ചെയ്യാനും ഇന്നത്തെ ദിവസം വളരെ അനുയോജ്യമാണ്. ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമാണ്. പിങ്ക് നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഈ വർഷം വ്യാഴം ഗ്രഹം പരിവർത്തനപരമായ സൗഖ്യം നൽകുന്നതിനാൽ അസ്വസ്ഥമായ വികാരങ്ങളെ ശാന്തമാക്കാൻ ധ്യാനം ശീലിക്കുക. ഒപ്പം ഉൾവിളികൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക. പരിഹാരം: പഴയ സുഹൃത്തുക്കളെ കണ്ട് സംസാരിക്കുക. പ്രിയ ചിങ്ങം രാശിക്കാരെ, ചന്ദ്രൻ നിങ്ങളുടെ രാശിയിലൂടെ സഞ്ചരിക്കുന്ന ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ക്രമീകരിക്കാനും വിജയത്തിലേക്ക് നയിക്കുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളാനും ഏറ്റവും അനുയോജ്യമാണ്. നിങ്ങൾക്കിന്ന് അല്പം മടിയോ ശ്രദ്ധക്കുറവോ അനുഭവപ്പെട്ടേക്കാം. എങ്കിലും മനസ്സുവെച്ചാൽ ഏത് വലിയ കാര്യവും നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ കഴിയും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നത് പോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ഒരു കൃത്യമായ കർമ്മപദ്ധതി തയ്യാറാക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയിൽ തടസ്സമായി വരുന്ന ചെറിയ അസൗകര്യങ്ങളെ അവഗണിക്കുക. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം വയലറ്റാണ്. രാവിലെ 11:10 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും നല്ല സമയം. രാഹുവിൻ്റെ സ്വാധീനം മൂലം മനസ്സിൽ ആശയക്കുഴപ്പം ഉണ്ടായേക്കാം. അതിനാൽ മനസ്സിനെ ശാന്തമാക്കാൻ ഒരു വിശുദ്ധ വസ്തു നിങ്ങളുടെ കൂടെ കരുതുക. പരിഹാരം: ഇന്നൊരു പുസ്തകം വായിക്കുക. ഇത് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത നൽകും. പ്രിയ കന്നി രാശിക്കാരെ, ചിങ്ങം രാശിയിലൂടെയുള്ള ചന്ദ്രൻ്റെ സഞ്ചാരം ഇന്ന് നിങ്ങൾക്ക് പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ അവസരമൊരുക്കുന്നു. ഇന്ന് നിങ്ങളുടെ പ്രവർത്തനക്ഷമത വർദ്ധിക്കും. അതിനാൽ നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യവും മികച്ച ഫലങ്ങൾ നൽകും. കന്നി രാശിക്കാർക്ക് ഇതൊരു ഉൽപ്പാദനക്ഷമമായ കാലഘട്ടമാണ്. നിങ്ങളുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ ഈ സമയം വലിയ ഗുണങ്ങൾ ചെയ്യും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും ഭാവിയിലേക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ ഇന്ന് ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നു. ഉച്ചയ്ക്ക് 3:15 മുതൽ 4:15 വരെ ചെയ്യുന്ന ഏത് കാര്യവും വളരെ ഫലപ്രദമായിരിക്കും. ശനി ഗ്രഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കാൻ ക്ഷമയും അച്ചടക്കവും പാലിക്കുക. പരിഹാരമായി ഇന്ന് പുതിയൊരു ഹോബി പരീക്ഷിച്ചു നോക്കൂ. അത് നിങ്ങൾക്ക് മാനസിക ഉന്മേഷം നൽകും. പ്രിയ തുലാം രാശിക്കാരെ, താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികളുടെ പ്രവചനമനുസരിച്ച് ചിങ്ങം രാശിയിലൂടെയുള്ള ചന്ദ്രൻ്റെ സഞ്ചാരം പ്രധാനപ്പെട്ട ജോലികൾ പൂർത്തിയാക്കാൻ നിങ്ങളെ പ്രചോദിപ്പിക്കും. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എതിർപ്പുകളെ നേരിടാൻ നിങ്ങൾ ശീലിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഓരോ കാര്യത്തിലും നിങ്ങൾ പോസിറ്റീവായ ഒരു സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംതൃപ്തി നൽകുന്നത് എന്ന് തിരിച്ചറിയാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കൂ. ജീവിതത്തിൽ സമാധാനവും ശാന്തതയും കണ്ടെത്താനുള്ള പ്രധാന കാരണം അതായിരിക്കും. നിങ്ങളുടെ ജോലികൾ വ്യത്യസ്തമായ രീതിയിൽ താൽപ്പര്യത്തോടെ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. മികച്ച ഫലങ്ങൾ ലഭിക്കുന്നതിനായി വൈകുന്നേരം 5 മുതൽ 6:30 വരെയുള്ള സമയത്തിനുള്ളിൽ പ്രധാനപ്പെട്ട ജോലികൾ പൂർത്തിയാക്കുക. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം വയലറ്റ് ആണ്. ശനിയുടെ സ്വാധീനത്തെ മറികടക്കാൻ 7 മുഖി രുദ്രാക്ഷം ധരിക്കുകയോ അല്ലെങ്കിൽ ഉചിതമായ രത്നം ഉപയോഗിക്കുകയോ ചെയ്യുക. പരിഹാരം: കൃത്യമായി വ്യായാമം ചെയ്യുക. പ്രിയപ്പെട്ട വൃശ്ചികം രാശിക്കാരെ, ചിങ്ങം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സഞ്ചാരം നിങ്ങളുടെ മാനസികാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് ഇന്ന് നിങ്ങളെ അസ്വസ്ഥനാക്കിയേക്കാം. മറ്റുള്ളവരുമായി തർക്കങ്ങളിലോ അനാവശ്യമായ സംസാരങ്ങളിലോ ഏർപ്പെടുന്നത് ഇന്ന് ഒഴിവാക്കുക. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ വഷളാവുകയും അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ കാരണമാവുകയും ചെയ്യും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ശാന്തത പാലിക്കുക. ഈ അസ്വസ്ഥതകൾ താൽക്കാലികമാണെന്ന് തിരിച്ചറിയുക. കാരണം വലിയൊരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇത്തരം തർക്കങ്ങൾ തീർത്തും അനാവശ്യമാണ്.
ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം വയലറ്റ് ആണ്. വൈകുന്നേരം 5:30 മുതൽ 6:30 വരെയുള്ള സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമായി കണക്കാക്കപ്പെടുന്നു. ഈ വർഷം ശനിയുടെ ശക്തമായ സ്വാധീനം നിങ്ങളുടെ വികാരങ്ങളെ തീവ്രമാക്കുന്നു. അതിനാൽ വ്യക്തമായ ആശയവിനിമയത്തിനായി ഒരു രത്നമോ യന്ത്രമോ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പരിഹാരം: മനസ്സിന് കുളിർമയേകുന്ന സംഗീതം കേൾക്കുക. പ്രിയ ധനുരാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ വീട് സന്തോഷത്തിന്റെയും വിശ്രമത്തിന്റെയും ഏറ്റവും മികച്ച ഇടമായി മാറും. എല്ലാവരും ഒത്തുചേർന്ന് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇന്നുള്ളത്. സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് നിങ്ങൾ കൂടുതൽ സമയം വീട്ടിൽ ചെലവഴിക്കും. നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും അവർക്ക് താൽപ്പര്യമുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുക. ഇത് നിങ്ങൾക്ക് മാനസികമായ ഉന്മേഷം നൽകുകയും വരാനിരിക്കുന്ന തിരക്കേറിയ ദിവസങ്ങൾക്കായി നിങ്ങളെ സജ്ജരാക്കുകയും ചെയ്യും. നിങ്ങൾ വീട്ടിൽ സമയം ചെലവഴിക്കുന്നത് കണ്ട് കുടുംബാംഗങ്ങൾ സന്തോഷിക്കുന്നതിനാൽ വീടിനുള്ളിലെ അന്തരീക്ഷം പോസിറ്റീവ് ഊർജത്താൽ നിറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം പാകം ചെയ്യുകയും ചെറിയ വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ ഉപദേശിക്കുന്നത് കരിയർ സംബന്ധമായ പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ അഭിപ്രായം കൂടി തേടുക എന്നാണ്. ഈ വർഷം വ്യാഴത്തിന്റെ ശുഭകരമായ സ്വാധീനം വളരെ ശക്തമാണ്. പുതിയ അവസരങ്ങളെ സ്വാഗതം ചെയ്യാൻ മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ കൈവശം വയ്ക്കുകയോ മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുകയോ ചെയ്യുക. പരിഹാരം: എല്ലാ ദിവസവും നന്ദി പ്രകടിപ്പിക്കാൻ ശീലിക്കുക. പ്രിയ മകരം രാശിക്കാരെ, സിംഹം രാശിയിൽ ചന്ദ്രൻ തുടരുന്നതിനാൽ നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായേക്കാം. നിങ്ങളുടെ ആശയവിനിമയ ശേഷി ഉപയോഗിച്ച് ചില തർക്കങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു മധ്യസ്ഥന്റെ വേഷം നിങ്ങൾ വളരെ സമർത്ഥമായി കൈകാര്യം ചെയ്യും. ഇത് കാര്യങ്ങൾ വഷളാകാതെ തടയാൻ സഹായിക്കും. താര-സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം നിങ്ങൾ ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചാൽ കാര്യങ്ങൾ സുഗമമായി നടക്കും. മകരം രാശിയുടെ ദൈനംദിന ജാതകം അനുസരിച്ച് സ്വർണ്ണ നിറത്തിലുള്ള വസ്ത്രങ്ങളോ വസ്തുക്കളോ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും. കാരണം ഇത് പോസിറ്റീവ് എനർജിയെ ആകർഷിക്കാൻ സഹായിക്കുന്നു. ഇന്ന് രാവിലെ 10 മണി മുതൽ 11:30 വരെയുള്ള സമയമാണ് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയം. അതിനാൽ നിങ്ങളുടെ കാര്യങ്ങൾ ആ സമയത്തിനനുസരിച്ച് ആസൂത്രണം ചെയ്യുക. ഈ വർഷം രാഹുവിൻ്റെ അപ്രതീക്ഷിതമായ സ്വാധീനമുള്ളതിനാൽ മനസ്സിനെ ശാന്തമാക്കാൻ ഒരു രക്ഷാകവചമോ രത്നമോ കൂടെ കരുതുക. പരിഹാരം: സമ്മർദ്ദമുണ്ടാക്കുന്ന സംഭാഷണങ്ങൾ ഒഴിവാക്കുക. പ്രിയപ്പെട്ട കുംഭം രാശിക്കാരെ, താര-സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധത്തിൽ ഇപ്പോൾ അല്പം അകൽച്ച അനുഭവപ്പെട്ടേക്കാം. ചന്ദ്രൻ ചിങ്ങം രാശിയിലേക്ക് മാറുന്നതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വേഗതയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഒരുപക്ഷെ ആ വ്യക്തിക്ക് നിങ്ങളുടെ ക്ഷമയും കരുതലും ആവശ്യമായിരിക്കാം. അവർക്ക് ധാരാളം സമയം നൽകുക. എന്നാൽ സംഭാഷണങ്ങൾ തുടരാൻ ശ്രമിക്കുക. കുംഭം രാശിയുടെ ദൈനംദിന ജാതകം അനുസരിച്ച് ഈ സാഹചര്യത്തെ വളരെ ശ്രദ്ധയോടെയും നയപരമായും കൈകാര്യം ചെയ്യുക. ഇന്ന് വെള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് ധാരാളം പോസിറ്റീവ് ഊർജം നൽകും. ഉച്ചയ്ക്ക് 3 മണി മുതൽ 4 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ഭാഗ്യകരമായിരിക്കും. 2026 നിങ്ങളുടെ ജീവിതത്തിൽ ശനിഗ്രഹത്തിന് വലിയ സ്വാധീനമുള്ളതിനാൽ സ്ഥിരത നിലനിർത്താൻ ഒരു വിശുദ്ധ വസ്തുവോ രത്നമോ കൈവശം വയ്ക്കുക. പരിഹാരം: കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. പ്രിയപ്പെട്ട മീനം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ ചിങ്ങം രാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ അത്ര സുഖമല്ല. കുറച്ചു കാലമായി വീടിനുള്ളിലും ഓഫീസിലും നിങ്ങൾ ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ നിങ്ങൾ ഇന്ന് വളരെ ആഗ്രഹിക്കുന്നു. താര-സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ ഉപദേശിക്കുന്നത് ഈ പ്രശ്നങ്ങൾ ഇന്ന് തന്നെ ആത്മാർത്ഥമായി പരിഹരിക്കാൻ ശ്രമിക്കുക എന്നാണ്. നിങ്ങളുടെ വീടും ഓഫീസും കൂടുതൽ ഊഷ്മളവും സന്തോഷകരവുമാക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുമായി നല്ല ബന്ധം പുലർത്തുന്നത് സമാധാനപരമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ സത്യസന്ധമായി പങ്കുവെക്കുമ്പോൾ എല്ലാവർക്കും പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കും.
പരസ്പര ബഹുമാനവും വിശ്വാസവും ഉണ്ടാകുമ്പോൾ മാത്രമേ യഥാർത്ഥമായ ഒരു ധാരണ രൂപപ്പെടുകയുള്ളൂ. ഈ വർഷം ശനിയുടെ ശക്തമായ സ്വാധീനത്തെ സന്തുലിതമാക്കാൻ ഒരു രത്നമോ യന്ത്രമോ ഉപയോഗിക്കുക. ഇന്നത്തെ പരിഹാരം: ആരോഗ്യകരമായ ഒരു ഭക്ഷണം സ്വയം പാകം ചെയ്യുക.